ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയെ ഇറ്റലിയും സ്പെയിനും പിന്തുണച്ചില്ല. ഇതിന്റെ പ്രതികാരമെന്നോണം സ്പെയിനും ഇറ്റലിക്കും എതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന US സൈനികരുടെ എണ്ണം വെട്ടിക്കുറച്ചേക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സൈനിക പിൻവാങ്ങലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതെ, മിക്കവാറും ഞാൻ അത് ചെയ്യും, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാൻ വിഷയത്തിൽ ഇറ്റലിയിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നും സ്പെയിനിന്റെ നിലപാട് തികച്ചും ഭീകരമാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ജർമ്മനിയിൽ നിന്നും സമാനമായ രീതിയിൽ സൈന്യത്തെ പിൻവലിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂറോപ്പിലെ മറ്റ് സഖ്യകക്ഷികൾക്ക് എതിരെയും ട്രംപ് രംഗത്തെത്തിയത്. ഇറാൻ യുദ്ധത്തിൽ നാറ്റോ സഖ്യകക്ഷികൾക്ക് ഇടയിൽ ഭിന്നത രൂക്ഷമായി തുടരുന്നതിന് ഇടെയാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനിടെ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് എതിരെ കടുത്ത നടപടികൾക്ക് പെന്റഗൺ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സഖ്യരാജ്യമായ സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ബ്രിട്ടന്റെ അധീനതയിലുള്ള ഫോക്ലാൻഡ് ദ്വീപിന്മേലുള്ള അവകാശവാദത്തിൽ US നിലപാട് പുനഃപരിശോധിക്കുക തുടങ്ങിയ വിവാദപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഇമെയിൽ വലിയ ചർച്ചയായിരുന്നു. ഇറാന് എതിരായ യുദ്ധത്തിൽ അമേരിക്കയെ സ്പെയിൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് ഇറാനെതിരായ സൈനിക നീക്കത്തിന് തങ്ങളുടെ വ്യോമപാതയോ സൈനിക താവളങ്ങളോ ഉപയോഗിക്കാൻ സ്പെയിൻ അനുമതി നൽകിയിരുന്നില്ല. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ അമേരിക്ക സ്പെയിനിന് നേരെ വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കാത്ത നാറ്റോ സഖ്യരാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ട്രംപ് നിരവധി തവണ രംഗത്തു വന്നു. നാറ്റോ സഖ്യത്തിന്റെ 76 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അമേരിക്ക സഖ്യം വിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മക്കളുടെ കമ്പനിയിൽ നിന്ന് ഡ്രോൺ വാങ്ങാൻ കരാറൊപ്പിട്ട് US സേനയും രംഗത്തു വന്നിരിക്കുകയാണ്. എയർഫോഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടത്. എത്ര ഡ്രോൺ വാങ്ങാനാണ് കരാർ ഒപ്പിട്ടത് എന്ന് വ്യക്തമല്ല. ഇറാൻ യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുന്നതിന് ഇടെയാണ് ഈ നിലപാട് വന്നത്. വെസ്റ്റ് പാം ബീച്ച് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പവേഴ്സ് കമ്പനിയിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാനാണ് US സേന കരാർ ഒപ്പിട്ടത്. ശത്രു ഡ്രോണുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് കമ്പനി US സേനയ്ക്ക് വിൽക്കുന്നത്. കമ്പനി ആദ്യമായാണ് ഇത്രയും വലിയ ഒരു കരാറിൽ ഒപ്പിടുന്നത് എന്നും ശ്രദ്ധേയമാണ്. എന്നാൽ കരാർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പവേഴ്സ് കമ്പനി തയ്യാറായിട്ടില്ല. എന്നാൽ ഡ്രോൺ വിൽക്കാൻ US പ്രതിരോധ വിഭാഗവുമായി കരാർ ഒപ്പിട്ട വിവരം കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുമായി ഡൊണാൾഡ് ട്രംപിന്റെ മക്കൾക്കും ബന്ധമുണ്ട്. ട്രംപിന്റെ മക്കളുടെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻവേ ഹോൾഡിംഗ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിൽ പവേഴ്സ് ലയിക്കാൻ തീരുമാനം എടുത്തിരുന്നു. ഈ വർഷം ആദ്യമായാണ് ഇതിനുള്ള തീരുമാനമെടുത്തത്. IPOയുടെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നാസ്ഡോക്കിൽ ഉള്ള ഗ്രീൻവേ ഹോൾഡിംഗിൽ ലയിച്ച് ഓഹരി വിപണിയിലേക്ക് എത്താനാണ് അവർ തീരുമാനിച്ചത്. ട്രംപിന്റെ കമ്പനിയുമായുള്ള ഈ ബന്ധം കരാർ സംബന്ധിച്ച് US കോൺഗ്രസിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മക്കളുടെ കമ്പനികളുമായുള്ള ഈ ആയുധ ഇടപാടിൽ വ്യക്തത വേണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് US വ്യോമസേനയെ ആകർഷിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കരാർ ലഭിച്ചത് എന്നാണ് പവേഴ്സ് കമ്പനിയുടെ വിശദീകരണം. വരും ദിവസങ്ങളിൽ US കരാർ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ സാന്നിധ്യം എന്നും പ്രദേശത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. അമേരിക്കയുടെ സ്ഥാനം പശ്ചിമേഷ്യൻ മേഖലയിലല്ല, മറിച്ച് കടലിന്റെ അടിത്തട്ടിലായിരിക്കുമെന്ന് തെളിയിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി ചേർന്നു പോകാമെന്നും പുതിയ സംവിധാനം വഴി മേഖലയിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ ഒന്നിച്ചു പോകാമെന്ന് ഹോർമൂസ് ഗൾഫ് അയൽ രാജ്യങ്ങളോട് ഇറാൻ പരമോന്നത നേതാവ് വിവരിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ സ്തംഭിച്ചു നിൽക്കെ ലോകം കാത്തുനിന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ നിലപാട് വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്തതാണ്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ ഉപാധികൾ തള്ളിയതോടെ പരമോന്നത നേതാവിന്റെ നിലപാട് കാക്കുകയായിരുന്നു ലോകം. ഇതോടെ സമാധാന നീക്കങ്ങളിൽ നിന്ന് എങ്ങോട്ട് എന്നതിൽ ആശങ്കയേറി. പ്രശ്നത്തിലെ നയതന്ത്ര നീക്കങ്ങൾ ഏറെക്കുറെ സ്തംഭിച്ചു നിൽക്കുന്നതിന് ഇടെ ഇറാനുമേൽ തുടർന്നും ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് പുടിൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളിലെ ഈ സ്തംഭനം ഒഴിവാക്കി സമ്മർദ്ദം കൂട്ടാൻ വീണ്ടും കനത്ത ആക്രമണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസൂത്രണം ചെയ്യുന്നതായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതേസമയം ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയ ഉപരോധം തിരിച്ചടിയായതോടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനാകാതെ അമേരിക്ക വീണ്ടും പ്രതിരോധത്തിലാകുകയാണ്. യുദ്ധത്തെ തുടർന്ന് 2 മാസമായി അടഞ്ഞുകിടക്കുന്ന കടലിടുക്ക് തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം തേടുകയാണ് വാഷിംഗ്ടൺ. ഇതിനായി മാരിടൈം ഫ്രീഡം കൺസ്ട്രക്റ്റ് എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനാണ് അമേരിക്കയുടെ നീക്കം.
ആഗോള എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ സുപ്രധാന പാത തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. അമേരിക്കയുടെ ഉപരോധവും ഇറാൻ തിരിച്ചടിയും ശക്തമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടന്നു. 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. യുദ്ധം ആരംഭിച്ച ശേഷം എണ്ണവില ഇരട്ടിയായി വർദ്ധിച്ചത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം രൂക്ഷമാകാനും ഇന്ധനവില നിയന്ത്രണാതീതമാകാനും കാരണമായിട്ടുണ്ട്. ഇതിനിടെ ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ കൂടുതൽ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇനി വിട്ടുവീഴ്ചയില്ല എന്ന കുറിപ്പോടെ തോക്കേന്തി നിൽക്കുന്ന തന്റെ ചിത്രം ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിക്കണമെന്ന ആവശ്യത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ആണവായുധത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന വ്യോമാക്രമണങ്ങളും സാമ്പത്തിക ഉപരോധവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇറാനിയൻ കറൻസിയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തി. രാജ്യത്ത് പണപ്പെരുപ്പം 65.8% വർദ്ധിച്ചതായാണ് കണക്കുകൾ. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ ആഭ്യന്തര തലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നതും യുദ്ധച്ചെലവ് $25 ബില്യൺ കവിഞ്ഞതും ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുകയാണ്.